അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് വീണ്ടും യാത്ര തുടങ്ങി. വീണ്ടും നമ്മൾ ഈ എക്സ്പ്രസ് ഹൈവേയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴാണ് ഈ ഒരു എക്സ്പ്രസ് ഹൈവേ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നി, എന്താണ് ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. അപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള 4 സിറ്റീസിനെ കണക്ട് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത്. ഡൽഹി, മുംബൈ, കൊൽക്കത്ത ആൻഡ് ചെന്നൈ. ഈ ഒരു 4 ക്വാഡ്രി എന്ന് പറയുന്നത് 4നെയാണല്ലോ. അപ്പോൾ ഈ ഇത്രയും 4 കൂടെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇത് ഗോൾഡൻ ക്വാഡ്രിലാറ്റർ എന്ന് അറിയപ്പെടുന്നത്. ഇത് ഇപ്പോൾ ഒന്നും തുടങ്ങിയല്ലെന്ന് 99 അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് ഇത് തറക്കല്ലിട്ട് തുടങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. ഇപ്പോഴും അതിന്റെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആ ഹൈവേയുടെ തന്നെ സൈഡിലാണ് നമ്മൾ സ്റ്റേ ചെയ്തതല്ലോ. അപ്പോൾ വീണ്ടും ഹൈവേ വഴി തന്നെയായിരുന്നു യാത്ര തുടങ്ങിയത്. അവിടെ നമ്മൾ പോകുന്ന വഴി നമ്മൾ കടയിലൊക്കെ കയറി ചായ കുടിച്ചു. ഭാഗ്യത്തിന് അവിടെ തീ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു, ഒരു വിധത്തിൽ സഹിക്കാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് 7 മണി സമയമാണ് ഈ കാണുന്നത് കേട്ടോ. സൂര്യനൊക്കെ ഇങ്ങനെ പതുക്കെ വരുന്നതേ ഉള്ളൂ. നല്ല തണുപ്പായത് കാരണം ഞാൻ ഇതുവരെ ഇല്ലാത്ത കൂട്ടി ഇന്ന് രാവിലെ ചുണ്ടുമ്പോഴേക്കും ഞാൻ സ്വെറ്റർ എടുത്തിട്ട് കൊടുത്തു. കാരണം ഭയങ്കര തണുപ്പായിരുന്നു. കുഞ്ഞ് പതുക്കെ വരയ്ക്കാൻ തുടങ്ങി. അത് കാരണം ഞാൻ ഡോറ് തുറന്നിട്ട് അവൾക്ക് കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ബോറാവും. അത് കഴിഞ്ഞാൽ പിന്നെ പൊടിയാവുമല്ലോ. എന്നിട്ടും പറ്റാത്ത കാരണം പിന്നെ ഞാൻ അവൾക്ക് ഷീറ്റ് എടുത്ത് പുതപ്പിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ ഗുജറാത്ത് ബോർഡറൊക്കെ ആവാറായി. അപ്പോഴത്തേക്ക് അടുത്ത ദിവസം പട്ടം പറന്ന ആഘോഷമായത് കാരണം അവിടെ വഴിയിൽ മുഴുവൻ ഇതുപോലെ പട്ട വരുന്ന എത്ര നാളും കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ഗുജറാത്ത് സൈഡിൽ മൊത്തം ഞാൻ കണ്ടത് ഇതുപോലെ ബലൂണുകളാണ്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു ബലൂണില്ലേ, അതാണ് ഞാൻ കണ്ടത്. ഇത് പുതുതായിട്ട് തുടങ്ങിയതാണോന്ന് അറിയില്ല. പട്ട വരുന്നതാണ് എൻ്റെ അറിവ്. പിന്നെ ബലൂണായി. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി. ഇവിടെ ആരോടും നമ്മൾ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അത് കാരണം ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ലായിരുന്നു. ഞാൻ പെട്ടുപോയി. പിന്നെ കുറെ കഴിഞ്ഞ് എന്തായാലും ഭാഗ്യത്തിന് അമ്മയച്ഛനെ വിളിച്ചിരുത്തി അകത്തുനിന്ന് ഇറക്കി. നമ്മുടെ കേരളത്തിന് സ്വന്തം ജവാന് വണ്ടിയൊക്കെ അകത്ത് കയറ്റിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഡുണ്ടുമുള ഇറക്കി. ആ കൂത്തറനെ കൊണ്ടാ വന്നിടാ എനക്ക് കൂത്തറ അപ്പുറത്തുനിന്നൊരു തല പൊങ്ങുന്നടാ. പിന്നെ ഞാൻ അമ്മയ്ക്ക് കൊണ്ടുവന്ന ലഗേജൊക്കെ പൊക്കി കൊണ്ട് കൊടുത്തു. അധികം ഒന്നുമില്ല, ഒരു ചക്ക മാത്രമേ ഉള്ളായിരുന്നു. അമ്മയ്ക്ക് ചക്ക ഭയങ്കര കാര്യമാണ്. ഇവർ പുറത്തായ കാരണം ഇവർക്ക് എല്ലാ സീസണിലും ചക്ക കിട്ടില്ലല്ലോ. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഒരു ചക്ക വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. അത് കൊണ്ട് കൊടുത്തു. അപ്പയ്ക്ക് കൊടുക്കാൻ നാട്ടിൽ നിന്നൊരു കുപ്പിയായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അതും നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ജവാന് പൊതിഞ്ഞ് കെട്ടി നല്ല സുരക്ഷിതമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കൈമാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയാണ്ട് വന്ന കാരണം ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് റൂം സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്മ ഓടി നടന്ന് അവിടേക്ക് ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച്. കാരണം ഭയങ്കര തണുപ്പല്ലേ. ചൂടൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കിടക്കാമെന്നായിരിക്കും. തണുപ്പായി കഴിഞ്ഞാൽ അത്രയും ഇതായിട്ട് അടച്ചു മൂടി കിടന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇവിടെ. അപ്പോൾ ഇവിടെ നിന്നും വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഒതുക്കിക്കോളാം, എങ്ങനെയെങ്കിലും കിടന്നോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡുണ്ടുമോളെ കൊണ്ടുവന്നത് ഇവിടേക്ക് ഒന്ന് തുറന്ന് കാണിച്ചു കൊടുത്തു. അവൾ ആദ്യമായിട്ട് കാണുവാണല്ലോ. അപ്പോൾ അവളെ എവിടെയൊക്കെ കൊണ്ടുവന്ന് ഇറക്കി അവിടെയൊക്കെ ഓടിക്കൊണ്ട് കിടന്ന് കാണിച്ചു കൊടുത്തു. ടെറസിലും കയറ്റി കാണിച്ചു കൊടുത്തു. ടെറസിൽ കയറിയതായി ചുറ്റിനും നിറയെ കാഴ്ചകളാണ്. ആടും പശുവും ഒക്കെ ആയിട്ട് പിന്നെ ബഹളമാണ്. അങ്ങനെ ഇന്ന് എന്തോ വിശേഷ ദിവസമായ കാരണം ചെണ്ടയൊക്കെ കുട്ടി ആരോ വന്നിട്ടുണ്ടായിരുന്നു. ഇവരെന്തോ ആഘോഷത്തിന് പാവമാണ്. എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ ഇവർക്ക് പൈസ കൊടുക്കണം എന്നാണ്. മകരസംക്രാന്തി ഫെസ്റ്റിവൽ തന്നെയാണ് ഇവിടെ ഈ ഒരു ഫെസ്റ്റിവൽ. പിന്നെ ഇന്നത്തെ ദിവസം ഇവിടെ പട്ടം പറത്തുന്ന ആഘോഷമായിരുന്നു. ഇവിടെ ഭയങ്കര വലിയൊരു ആഘോഷമാണ്. മകരസംക്രാന്തിയുടെ ഭാഗമായിട്ട് വളരെ കളർഫുൾ ആണ്. ഈ ഒരു സമയത്ത് ഇവരുടെ മാർക്കറ്റുകളൊക്കെ ഭയങ്കര കളർഫുൾ ആവും. അപ്പോൾ നമ്മൾ ആ ഒരു കൊതി കൊണ്ട് നമുക്ക് വരുന്ന വഴിക്ക് കിട്ടിയില്ലായിരുന്നു പട്ടം. ഈ ബലൂൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം നമ്മൾ നേരെ മാർക്കറ്റിൽ പോയി പട്ടമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇവിടെ വന്നിരുന്ന ഇവനും ഡുണ്ടുമോളുടെ പട്ടമൊക്കെ കെട്ടി. പിന്നെ നമ്മൾ മേലെ പോയി ഭയങ്കര പട്ടം പറത്തലായിരുന്നു. അപ്പോൾ ഈ പട്ടം പറത്തുന്ന ഇവർക്ക് കാലം കഴിയുന്നതിൻ്റെയും അടുത്തൊരു കൃഷിക്കാലം തുടങ്ങുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളൊരു സന്തോഷത്തിന്റെ സൂചകമായിട്ടാണ് ഇവർ ഈ പട്ടം പറത്തുന്നത്. ഇവരിതിന് മകരസംക്രാന്തി ഫെസ്റ്റിവൽ എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ മകരസംക്രാന്തി തന്നെ. ഇവർ പക്ഷെ കുറച്ചുകൂടെ വേറൊരു രീതിയിലാണ് ആഘോഷിക്കുന്നത്. പിന്നെ ഇവരുടേതായ കുറേയധികം സ്വീറ്റ്സ് ഉണ്ട്. നമ്മളിതിന് മെയിനായിട്ട് കണ്ടിട്ടുള്ള ജിലേബി പോലുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് കുറേ എള്ളും ഉലുവയും ഒക്കെ ചേർത്തിട്ടുള്ള കുറേ അധികം സ്വീറ്റ്സ് ഉണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ഉമ്പാടി എന്ന് പറഞ്ഞ ഫുഡ് ഐറ്റം ഒക്കെ ഏകദേശം ഈ ഒരു ടൈമിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഇതാണെന്നാണ് ഞാൻ ഗൂഗിൾ. അപ്പം നമ്മൾ പിന്നെ ജോയിൻ ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് പട്ടം നടത്തുന്നത്. എനിക്ക് ഒരു പരിചയമില്ലായിരുന്നു. ആ ചുഞ്ചു പറപ്പിക്കുന്നു. അമ്മ വിചാരിച്ച ഏതാണ്ട് കളിക്കുന്ന സാധനം വന്ന് അവിടെ തൃശ്ശൂർ പൂരത്തിന്റെ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ അനഘും മനു അവിടെ പട്ടം അപ്പുറത്തുള്ള കൂറ പിള്ളേരുടെ കൂടെ പട്ടം കാണുന്നില്ല കേട്ടോ. പട്ടം പറത്തി അവരെല്ലാം പറ്റിച്ച് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് താഴെ കുറെ പിള്ളേർ വേറെ സെറ്റ് ടീംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവരെ പോന്ന് ഇറങ്ങി അവന്റെ പട്ടം താഴെ എത്തിരിക്കുകയാണ്. അപ്പൊ അവൻ പറത്തുന്ന കണ്ടോണ്ട് കുറെ പിള്ളേര് പോയി
അപ്പൊ നമ്മളെ തോപ്പിക്കാൻ അല്ലല്ല നമ്മളെ തോപ്പിക്കാൻ വേണ്ടി കയറി അവന്മാര് ചമ്മിപ്പോയി നമ്മുടെ പട്ടം പൊട്ടിപ്പോയി. പിന്നെ ഡുണ്ടുമുള്ള വക കുറച്ച് പട്ടി ഷോ ഞാൻ അവിടെ ഉള്ളവർക്ക് കാണിച്ചു കൊടുത്തു. കാരണം അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായി പോയി, ഇത്രയും ദൂരം നമ്മൾ പട്ടിയെ കൊണ്ട് വന്നത്. അപ്പൊ അത് കാരണം ഒന്ന് കാണിച്ചു കൊടുത്തു ജസ്റ്റ്. അങ്ങനെ നമ്മുടെ പട്ടം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പട്ടം കൊടുത്ത് ഇവർക്ക് സഹായിക്കാം. അവൻ ഓടിയോ? वो कुछ नहीं करेगा, वो नहीं काटेगा, उसको काटना എന്തുകൂടെ അറിയില്ലെന്ന് പറയുന്നത് എങ്ങനെയാടാ? മാലും തയ്യേ പക്കടോ. എന്നെ കൊണ്ട് ഹിന്ദി പറയിപ്പിക്കല്ലേ മോനെ. ഉസ്കോ ദേനാ ഹൈ, അവന് കൊടുക്കാനാണ്. അവർക്ക് ഹിന്ദി അറിയില്ല. വാ അങ്ങനെ പട്ടം പറത്താൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പറത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. രാത്രി ഇരുട്ട് വീണ് പിന്നെ കണ്ണ് കാണാണ്ടാവുന്ന വരെ ഇവിടെ കുത്തിയിരുന്ന് പട്ടം പറത്തിട്ട് തന്നെയായിരുന്നു.